ട്വിങ്ക്ലിംഗ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പെറ്റ് പാരന്റ് എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും തലവേദനയായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പെറ്റിന്റെ മേത്തുണ്ടാവുന്ന ടിക്ക്, ഫ്ലീ, മൈറ്റ്സ് തുടങ്ങിയവയ്ക്കുള്ള ഒരു ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ സ്പോട്ടോണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തിനാണ് നമ്മൾ സ്പോട്ട് ഓൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? നമ്മുടെ ഡോഗ്സിന്റെ മേത്ത് കാണുന്ന പേന്, വട്ടുണ്ണി, ചെള്ള് തുടങ്ങിയവയെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവർക്ക് സ്പോട്ട് ഓൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇവയെല്ലാം നമ്മുടെ ഡോഗ്സിന്റെ ശരീരത്തിൽ കടിക്കുന്നത് മൂലം അവർക്ക് ഇച്ചിങ് ഉണ്ടാവുന്നതിനും അതുപോലെ പലതരം സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിനും അവർക്ക് രക്തക്കുറവ് ഉണ്ടാകുന്നതിനും അനീമിക് ആകുന്നതിനും അതുപോലെ ഏറ്റവും വില്ലനായ ചെള്ളുപണി വരുന്നതിനും വരെ ഈ ടിക്ക്, ഫ്ലീ, മൈറ്റ് തുടങ്ങിയവയെല്ലാം കാരണമായി മാറാറുണ്ട്. ഇനി എന്തൊക്കെയാണ് സ്പോട്ട് ഓൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. പ്രഗ്നന്റ് ആയ നമ്മുടെ ഡോഗ്സിന്റെ മേത്ത് ചെള്ള് വന്നിട്ടുണ്ടെങ്കിൽ അവര് ഡെലിവറി ആവുമ്പോൾ കുട്ടികൾക്കും വരാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ അത് പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകാം. മാത്രവുമല്ല, പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ട് പല വിധത്തിൽപ്പെട്ട മരുന്നുകളും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ഈ സ്പോട്ട് ഓൺ നമുക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള ഡോഗ്സിന്, അതുപോലെ ഫീഡ് ചെയ്യുന്ന മദേഴ്സിന്, അതുപോലെ തന്നെ 8 മാസം അതായത് 56 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന് വരെയും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ മറ്റു മരുന്നുകളിൽ നിന്ന് വ്യത്യസ്തമായി ടിക്സിന്റെയും ഫ്ലീയുടെയും വട്ടുണ്ണിയുടെയും ഒക്കെ ലാർവ, പ്യൂപ്പ സ്റ്റേജുകളെ പോലും നശിപ്പിക്കാൻ നമ്മുടെ ഈ സ്പോട്ട് ഓണിന് സാധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു മെഡിസിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ബാക്കി അവശേഷിക്കുന്ന ലാർവകളും പ്യൂപ്പകളും ഒക്കെ വീണ്ടും വിരിഞ്ഞ് അടുത്ത സെക്ഷൻ ഉണ്ടാകും. ഇതിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് 1 മന്തോളം നമ്മുടെ ഡോഗിന് ലഭിക്കും. സ്പോട്ട് ഓൺ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ സ്പോട്ട് ഓൺ നമ്മുടെ ഡോഗ്സിന് ഉപയോഗിക്കാവുള്ളൂ. ഏകദേശം ഇത്ര എന്ന് പറഞ്ഞല്ല, കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് പറഞ്ഞ് നമ്മൾ മെഡിസിൻ വാങ്ങി ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാകാൻ നമ്മളെ സഹായിക്കും. സ്പോട്ട് ഓൺ ഉപയോഗിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഇവരെ കുളിപ്പിച്ചിട്ടുണ്ടാകണം. 2 ദിവസം മുമ്പ് കുളിപ്പിച്ച ഡോഗിൽ മാത്രമേ നമ്മൾ സ്പോട്ട് ഓൺ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഞാൻ ഇവന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്പോട്ട് ഓൺ അപ്ലൈ ചെയ്ത് ഒരു 1 വീക്ക് ഓർ 2 വീക്ക് കഴിഞ്ഞിട്ട് ഇവനെ കുളിപ്പിക്കാറുള്ളൂ. സഡൻ ആയി ഒരു 2 ഡേയ്സ് കഴിഞ്ഞ് കുളിപ്പിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് അവനെ കുളിപ്പിക്കാറ്. അങ്ങനെ കുളിപ്പിക്കുന്നതിൽ നിന്ന് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടും ഉണ്ട്. നമുക്കറിയാം, സ്പോട്ട് ഓൺ ഉപയോഗിക്കുമ്പോൾ അതൊരു ലിക്വിഡ് രൂപത്തിലുള്ള മരുന്നാണ്. അപ്പോൾ അത് അബ്സോർബ് ആവാൻ എടുക്കുന്ന ആ കുറച്ച് സമയം, ഒരു മാക്സിമം ഒരു 1 അവർക്ക് നമുക്ക് കൊടുക്കാം. ആ സമയം നമുക്ക് മൾട്ടിപ്പിൾ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ ഒന്നിച്ചു വിടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവരെ ഒന്നിച്ചു വിട്ടാൽ അവർ തമ്മിൽ അങ്ങടും ഇങ്ങടും നക്കുന്നതിനും അപ്പോൾ അവരുടെ വായിൽ മെഡിസിൻ പോകുന്നതിനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഒരു വീട്ടിൽ ഒന്നിലധികം പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒരേ ദിവസം എല്ലാവർക്കും സ്പോട്ട് ഓൺ ചെയ്തിരിക്കണം. വിരമരുന്ന് ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സ്പോട്ട് ഓൺ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പിപ്രോണിൽ ആൻഡ് മീതോപ്രൈൻ സ്പോട്ട് ഓൺ സൊല്യൂഷൻ ആണ്. നമുക്ക് ഇത് അപ് ടു 10 kg സ്പോട്ട് ഓൺ സൊല്യൂഷൻ ആണ്. ഇവനൊരു 10 kg താഴെ വെയിറ്റ് ഉള്ള ഡോഗ് ആയതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. നിങ്ങളുടെ ഡോഗിന്റെ വെയിറ്റ് അനുസരിച്ച് കറക്റ്റ് ചൂസ് ചെയ്യുക. സ്പോട്ട് ഓൺ നമുക്ക് അപ് ടു 10, 10 to 20, 20 to 30, 30 to 40, 40 to 60 വരെയും അവൈലബിൾ ആണ് എന്നതാണ് എന്റെ അറിവ്. ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് 60 വരെയുള്ളത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ കറക്റ്റ് തൂക്കം അനുസരിച്ച് മാത്രം വാങ്ങി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ സ്പോട്ട് ഓൺ എവിടേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കാം. നമ്മൾ സ്പോട്ട് ഓൺ അപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ഈ കൈകൾ രണ്ടും ജോയിന്റ് ചെയ്യുന്ന ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് തൊട്ട് നോക്കിയാൽ ഇവരുടെ ഈ ഷോൾഡർ ജോയിന്റ് ആവുന്നിടത്തൊരു ഗ്യാപ്പ് കാണാം. ഇവിടെ നമ്മൾ ഒന്നാമത്തെ സ്പോട്ട് ഓൺ. പിന്നെ ഈ ചെവി തമ്മിൽ ജോയിന്റ് ആവുന്നതിന്റെ സെന്ററിൽ ഇവിടെ ഒരെണ്ണം കൊടുക്കാം. പിന്നെ നമ്മുടെ ഡോഗ് കുറച്ചുകൂടെ വലുതാണെങ്കിൽ ഇങ്ങനെ മുതുകത്തൊന്ന് കൊടുക്കാം. അതുപോലെ ഇവരുടെ ഈ വാല് തുടങ്ങുന്നതിന്റെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഒരു സ്പോട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഷാഡോ കുറച്ച് വില്ലനായതുകൊണ്ട് ഞാൻ ഇവനെ നമ്മുടെ ഷോൾഡർ ജോയിന്റിന്റെ അവിടെയും തലയുടെ ഇവിടെയും മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൊടുക്കുമ്പോൾ 2-3 സ്ഥലത്ത് സ്പോട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ബോട്ടിൽ മാത്രമാണ് നമ്മൾ ഈ 2-3 സ്ഥലത്തായിട്ട് സ്പോട്ട് ചെയ്യുന്നത്. ഓരോ ബോട്ടിൽ ഓരോ സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കരുത്, അതവർക്ക് ദോഷമാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 2-3 സ്ഥലത്തായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവരുടെ
രോമം ഇങ്ങനെ വകഞ്ഞു മാറ്റിയ ശേഷം അവരുടെ സ്കിന്നിലേക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. No shadow, stay. Shadow, no. Good boy. Shadow, good boy. അപ്പോൾ നമ്മൾ അവന് സ്പോട്ട് ഓൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കുറച്ചു നേരം അവനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കണം. അവനെ ഒറ്റയ്ക്ക് വിടണം, കൂടെയുള്ള ആളെ വിടരുത്. അവൻ അവന്റെ വഴിക്ക് നടന്നോളും, അതുപോലെ അത് അബ്സോർബ് ആവുകയും ചെയ്തോളും. ഒരു 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം അവരുടെ മേത്തുള്ള ചെള്ളുകളൊക്കെ ചത്തു വീഴുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മളായാലും ഇനി ഇവരെ തലോടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയും ഇത് സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഷാഡോയ്ക്ക് ഒരു ചൊറിച്ചിൽ പോലെ ഇങ്ങനെ കിടന്ന് കുത്തി മറിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ മാറ്റിയിരുത്തുന്നത്. അവൻ എന്റെ മേത്ത് ഉരച്ചിട്ട് അവിടെ തന്നെ നക്കും. ഇവരെ മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ പോരാ. ഇവരെ ക്ലീൻ ചെയ്യുന്ന ഇതേ ദിവസം കെന്നൽ വാഷോ മറ്റോ ഉപയോഗിച്ച് ഇവരുടെ കൂടും നമ്മൾ കഴുകാൻ ശ്രദ്ധിക്കണം. കാരണം ഒരു 5% ചെള്ളും ഫ്ലൈയും ഒക്കെ മാത്രമേ ഇവരുടെ മേത്തുണ്ടാവുള്ളൂ. ബാക്കി അത്രയും ഉണ്ടാകുന്നത് ഇവരുടെ കൂട്ടിലായിരിക്കും. ഇതുപോലെ ആണവൻ ചെവി ചൊറിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. അവൻ എന്തോ ഒരു സംതൃപ്തി അതിലുണ്ട്. അവൻ ഇങ്ങനെ കിടന്ന് ചൊറിയുന്നത് കാണാത്തല്ല. പക്ഷെ ചെവിക്കകത്തൊന്നും ഒന്നുമില്ല. ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കറക്റ്റ് ആയിട്ട് നോക്കിയതാണ്. ചെവിയുടെ അകത്ത് വേറെ ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവൻ എന്താണ് അങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ കുറച്ചു ദിവസമായിട്ട് ചെറിയ രീതിയിൽ ചെള്ളുണ്ട്. അതിന്റെ ആണോ എന്നറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, കൂട് കറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം. ഒന്നെങ്കിൽ കെന്നൽ വാഷ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ആര്യവേപ്പിന്റെ ഇലയും ചെറുനാരങ്ങാ നീരും കൂടി മിക്സ് ചെയ്ത മിശ്രിതം. അത് കുറച്ചധികം വേണം. അത് പോസിബിളായ വലിയ കൂട്, ഇവന്റെ ഒക്കെ കൂട് വലിയ കൂടാണ്. അത്രയും വലിയ കൂട്ടിലേക്ക് അത് കുറച്ച് പോസിബിളായ കാര്യമല്ല. ചെറിയ കൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ആര്യവേപ്പിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ആര്യവേപ്പിന്റെ ഇല നന്നായി ചതച്ചെടുത്ത വെള്ളത്തിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് അത് നന്നായിട്ട് ഒഴിച്ചിടുക. കുറച്ചു നേരം ഇവരെ ഫ്രീ ആയി വിടുന്ന സമയം അതങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാരണവശാലും ഡെറ്റോള്, ഫിനോയില് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉപയോഗിച്ച് ഇവരുടെ കൂട് കഴുകാതിരിക്കുക. അത് അവരുടെ ശരീരത്തിന് പറ്റുന്നതല്ല. അതുപോലെ നമ്മൾ പെറ്റ്സിന് അകത്തിടുന്നതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഫിനോയിൽ ഉപയോഗിച്ച് അകം തുടയ്ക്കരുത്. അതും അവർക്ക് ഇച്ചിങ്ങും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ അതൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഒരു പെറ്റിനെ വളർത്തുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളിലൊന്ന് ബോധേഡായാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലിൽ വളരെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കുറവാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. താങ്ക്